എന്താലേ ഷാനവാസിൻ്റെ പ്രാങ്ക് അല്ലേ? ഷാനവാസിൻ്റെ ഇല്ല, ബിഗ് ബോസിൻ്റെ പ്രാങ്ക്. ഷാനവാസ് എന്തായാലും അത്യാവശ്യം നന്നായിട്ട് കളിച്ച് വെണ്ണില കൊമ്പിലേരാപ്പാടിയേ ജാബിയേ. നവിൻ്റെ പാട്ട് കറക്റ്റായില്ലേ? അത് പാട്ട് കറക്റ്റായതല്ല, അവരുടെ ഒരു കാര്യം പറയട്ടെ, ഈ ആങ്ങളെയും പെങ്ങളെയും കളി ഇതൊക്കെ എനിക്കത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നത് കേട്ടോ. ഉള്ള കാര്യം പറയുന്നത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നത്. ശരിക്കും ഷാനവാസിന് ആദിലയുടെ അടുത്തൊരു ദേഷ്യമൊക്കെ ഉണ്ട്. അവ അത് ഫ്രാഗ് കളിക്കാൻ പറഞ്ഞപ്പോൾ ഓളുടെ പേര് പറഞ്ഞു, സംഗതി ശരിയാ. പക്ഷേ അതിലപ്പുറത്തേക്ക് ശരിക്കും ആദിലയുടെ അടുത്ത് അവരൊരു ഈറുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈറാന്നല്ല, അതിനെന്താ പറയുക, നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഗതി. നൂറ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മീശ പഠിക്കുമെന്ന് വിചാരിച്ചാണ്, എന്താ താടി പൊയ്തെടുക്കുമെന്ന് വിചാരിച്ചാണെന്നൊക്കെ. എന്താല്ലേ എന്താ അനീഷ അതിൻ്റെ ഇടയിൽ, അനീഷ് ശശിയായി. അനീഷ് അത് ഭയങ്കര സീരിയസ് ആയിട്ട് ആര്യൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്താണ് അവൻ അനീഷ് ആര്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അവൻ്റെ കയ്യിൽ കുറേ കാശുണ്ട് എന്നുള്ളതിൻ്റെ ഹുങ്ക് കാണിക്കുകയാണെന്ന് എന്താ ഉദ്ദേശിച്ചു. ഇവൻ എന്താണ് വേറെന്തോ കാർഡ് ഇറക്കുന്നുണ്ട് കേട്ടോ. അവൻ അനീഷ് ഭയങ്കര ബോറിങ് ആണ്, ഭയങ്കര ബോറിങ് ആയിട്ട് തോന്നുന്നുണ്ട്. അതിൽ നെവിൻ ആദിലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ശ്രദ്ധിച്ചോ? അത് ഇതിലല്ലേ പറഞ്ഞത്. ശരിക്കും ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് മറ്റുള്ള എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അനുമോളെ കുറിച്ചില്ലേ, അത് ഇതിലല്ല. എല്ലാം കൂടി ഇപ്പോൾ ഒരു അവയിൽ പരിപാടിയാ ഗൈസ്. എന്തായാലും ആവട്ടെ. അനുമോളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടോ, അനുമോൾ ഒരു ആർട്ടിഫിഷ്യൽ സ്ത്രീ പോലെ ആവുകയാണ്. ഇതൊക്കെ ഒറ്റ ആക്ടിങ് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര രസമുണ്ട് എന്തായാലും കാണാൻ. എന്തായാലും അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് എത്ര കോമൺ സെൻസ് ഇല്ലേ? ഒരാളെ ചുറ്റുമുള്ള ആളുകൾ പേര് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ ആ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആക്കുമെന്ന് അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവർക്കത് ചിന്തിക്കാനുള്ള ബോധമല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ നിന്ന് പോകാനൊന്നും പറ്റൂലെന്ന്. അല്ല, അങ്ങനെ ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന. ഞാൻ മിഡ് വീക്ക് എവിക്ഷൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ പറയണത് ഇപ്പോൾ അവിടെ ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേരിൽ ഒരു 6 പേര് അല്ലെങ്കിൽ 5 പേര് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എവിക്റ്റായി പോകണു. അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നടക്കുമോ? അങ്ങനെ ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ തന്നെ, പ്രാങ്ക് അല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് അപ്പോൾ ഇതൊരു പ്രാങ്ക് ആണെന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവൂലേ? അപ്പോൾ ആദ്യം ഇത്ര വലിയ പൊട്ടിയാണോ? നൂറ് ഇത്ര വലിയ പൊട്ടിയാണോ? അനുമോൾ ഇത്ര വലിയ പൊട്ടിയാണോ? അനീഷ് ഇത്ര ബോധമല്ലേ? എനിക്കതാണ് മനസ്സിലാവാത്തത്. അനീഷ് പാവം, അനീഷിനോട് അവൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയണോ, ഇവിടെ കട്ടായി. ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഫ്രണ്ട്ഷിപ്പ് കട്ടാക്കുകയാണെന്ന്. പിന്നെ ഇതിപ്പോൾ ആദ്യം എടുത്ത് പറയേണ്ട കാര്യം എന്താ? ഈ കാരണം കൊണ്ടാണ് എന്തെങ്കിലും ഉറക്കം വരുന്നത് കട്ടാക്കണത് ഫ്രണ്ട്ഷിപ്പ് എന്ന്. എന്തായാലും ഇങ്ങനെ കട്ടാവുന്നത് നല്ലതാണ്, സ്പ്ലിറ്റ് ആവുന്നത് നല്ലതാണ്. ഒറ്റയ്ക്ക് കളിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ആലോചിക്കുന്നത് കേസേ, ഇതൊരു പ്രാങ്കാണെന്ന് മനസ്സിലായി. ഇനി ആദിലയും അതേപോലെ തന്നെ ഷാനവാസും കൂടി വീണ്ടും ഇവർ ആങ്ങളെയും പെങ്ങളെയും ഭാസം കൊണ്ട് വന്നിട്ട് ക്രിഞ്ചടിപ്പിക്കോ വെറുപ്പിക്കോ എന്നാണ് ആലോചിക്കുന്നത്. എന്താ അതിലെ പുറത്ത് പോവില്ല എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പോകുന്നായിരുന്നു കൂടുതൽ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആൾക്കാരിൽ ഒരാളെ അതിൽ ഇപ്പോൾ ആതിരയുടെ പേരും പറഞ്ഞിട്ട് വിടുകയാണെന്ന് അറിയില്ലായിരുന്നു. ഇത് ആളെ പൊട്ടനാക്കണ മാതിരിയുള്ള സംഗതി. അതിൽ ആര്യൻ്റെ ഒരു സ്റ്റാൻഡ് എനിക്കിഷ്ടമായിട്ടോ. ആര്യം പറയുന്ന സ്റ്റാൻഡ്, അതിങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞു, ഞാനെനിക്ക് പറ്റിയ ഒരാളുടെ പേരല്ലേ പറയേണ്ടത്. അതെന്തുകൊണ്ടാണ് അക്ബറിനോട് മാത്രം ഇത് ഫേക്കാണെന്നുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞത് അതിലടെ ഷാനവാസ് അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്തായാലും ബാക്കിയുള്ളവരത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അവർ ചിലപ്പോൾ ഇപ്പോൾ സാബുവാൻ തന്നെ പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കണ പോലെയൊക്കെയാണ് അവർ സംസാരിക്കണത്. അല്ലെങ്കിൽ ഇത് മനപ്പുറം ഒരാളുടെ പേര് പറയും ചിരിക്കുക എന്നല്ല, എന്തോ ഒരു സംഭവം. സാബുവാനെ കൊണ്ടൊന്നും ആക്റ്റീവ് നടക്കില്ല. അല്ലെങ്കിൽ സാബുവാനെ ഒന്ന് ഈ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരാളുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ഭയങ്കര പ്രശ്നമായിരിക്കും. ശരിക്കും അവനെന്തോ ഇതൊരു പ്രാങ്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണ പോലെയാണ് സാബുവാൻ ആദിലയുടെ പേര് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ. എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഇനി വീണ്ടും ആങ്ങളെയും പെങ്ങളെയും പാസ്സായിട്ട് വീണ്ടും ഇവരിറങ്ങും. അതാണ് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അനുമോള് അത് മറ്റേ ഇവള് കണ്ടോ,
നൂറ് അതിനെ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തൂലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത്രയും ദിവസമായില്ലേ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നുണ്ട് ഉഷാറാക്കാന്ന്. അവരാദ്യം അവളുടെ അടുത്ത് പറഞ്ഞു കണ്ടോ, ഞാൻ അവിടെ ഉഷാറായിട്ട്, നീ ഇവിടെ ഉഷാറായിട്ട് കളിക്കണമെന്ന്. ആറ്റിറ്റ്യൂഡൊക്കെ ഇഷ്ടമായിട്ടോ. എന്തായാലും അതിൽ ശശിയായത് അനീഷാണ്. എന്താ ചെയ്യുക, അനീഷ് പോരാട്ടോ, ഉള്ള കാര്യം പറയാലോ. അത് തുടക്കത്തിൽ അവൻ ഭയങ്കര ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് അവസാനം എത്തുന്തോറും ഇവൻ എന്താ കാണിക്കണത്. അനീഷിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ലെവലിൽ അല്ലെങ്കിൽ അനീഷിന് നമുക്കൊരു ഗെയിമർ ലെവലിൽ എടുത്ത് പറയാനുള്ള ഒരു സാധനം അവിടെ വരുന്നില്ല. അവൻ വിക്ടിം കാർഡ് അടിച്ചുകൊണ്ടിരിക്കണം. അവൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണല്ലോ. അവരുടെ ജയിൽ ടാസ്ക് അല്ല, ജയിൽ നോമിനേഷനിൽ അവൻ്റെ പേര് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ സങ്കടം പറയാമെന്ന്, ഞാൻ ഈ ആഴ്ച എന്ത് തെറ്റാ ചെയ്ത്, എന്നേക്കാൾ തെറ്റ് ചെയ്തൊരു ഇവിടെ അല്ലേന്ന്. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ഒരാളുടെ പേര് പറയേണ്ടത്. ഇവൻ വിചാരിക്കണ പോലെ ഗെയിം കളിക്കണമെന്നുണ്ട്. ഇതെന്താ ഫെയർ ഗെയിം കളിക്കാൻ നന്മമരം കളിക്കാൻ വേണ്ടി വന്നതാണ്. അവർക്ക് തോന്നുന്ന ഒരാളുടെ പേര് പറയുന്നു, അത്രേ ഉള്ളൂ. അതിൽ അനീഷിൻ്റെ പേര് വന്ന് ഇനിയിപ്പോൾ എന്താ. അല്ലാണ്ട് അനീഷ് ഇപ്പോൾ ഒരു വമ്പൻ ഗെയിമർ ആയതുകൊണ്ട് അനീഷിന് ജയിൽ ടാസ്ക് ഇടണമെന്നാണ്. എന്താ അവർക്ക് ഇത് എത്ര കോമൺ സെൻസ് ഇല്ലേ. ഗെയിമർ എന്നുള്ള ലെവലിൽ വമ്പൻ മനുഷ്യനാണ് ആര്, നല്ല ഐക്കുള്ള മനുഷ്യനാണ് ബനായിട്ട് എന്താണ് ആര്യനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാളെ ജയിലിലേക്ക് ഇടുമ്പോൾ പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്ന ആര്യനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ടും ഇവൻ്റെ പേര് പറയണമെങ്കിൽ അത് അവനെ സംബന്ധിച്ചോളം അവനങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ ഒരു ഗെയിം തന്നെ ആയിരിക്കും അത്, എന്ത് തേങ്ങ ആയിക്കോട്ടെ. അപ്പം ഇത് അനീഷും ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ടേ വിക്ടിം കാർഡ് അടിച്ചിട്ട് സാധാരണ ആളുകളുടെ മൈൻഡിലേക്ക് കയറ്റി വിടാനുള്ള പരിപാടി തോന്നണം. എനിക്ക് സപ്പോർട്ട് കിട്ടണം, എന്നെ മാത്രം ഒറ്റപ്പെടുത്തുന്നു, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നൊരു സംഗതി ഭയങ്കര ബോറാണ്. അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബോറാണ് ഗൈസ്.